ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം ശ്രീകൃഷ്ണപുരത്ത്. രാത് ജാഗോ ദേശ് ജാഗോ നൈറ്റ് വിജിൽ. വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം. രാത് ജാഗോ ദേശ് ജാഗോ, ഉണരൂ രാത്രി ഉണരൂ നാടേ, നൈറ്റ് വിജിൽ. ഇന്ത്യയൊട്ടാകെ ജന്തർ മന്ദർ സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായി ശ്രീകൃഷ്ണപുരത്ത് കർഷക സംഘം, KSKTU, DYFI, മഹിളാ അസോസിയേഷൻ, CITU എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം സംഘടിപ്പിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, NTA പിരിച്ചുവിടുക, NEP 2020 പിൻവലിക്കുക, ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തി രാജ്യവ്യാപകമായി സമരങ്ങൾ ശക്തിപ്പെടുത്തുന്നു. ശ്രീകൃഷ്ണപുരത്ത് നടന്ന പ്രകടനം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K. പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിലുള്ള വർഗീയവൽക്കരണത്തിന് രാജ്യത്തെ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുകയായിരുന്നു. അതിന്റെ തുടർച്ചയിൽ ഈ മേഖലയിൽ കൊടിയ അഴിമതിക്ക്, കൊള്ളയ്ക്ക് രാജ്യത്തെ ഗവൺമെന്റ് തന്നെ ഒത്താശ ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 2026 നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ആദ്യമായി ചോർന്നതല്ല എന്ന് നമ്മളെല്ലാം തിരിച്ചറിയണം. രാജ്യത്തെ സംഘപരിവാരവും അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും ഈ പ്രവർത്തനങ്ങൾക്ക് ഏത് നിലയിലാണ് ഇതിനെ സമീപിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ചൈനയുടെ, പാകിസ്ഥാന്റെ ഒക്കെ സഹായം കൊണ്ടാണ് ഈ പ്രക്ഷോഭം നടക്കുന്നത് എന്ന് നാം അറിയാതെ നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് സമ്മതിക്കേണ്ടതായിട്ട് വന്നു. രാജ്യത്ത് നടക്കുന്ന വിദ്യാർത്ഥികളുടെ, യുവാക്കളുടെ ഈ പ്രതിഷേധം ന്യായമാണ് എന്ന് സമ്മതിക്കേണ്ട സാഹചര്യം രാജ്യത്ത് സംജാതമായിരിക്കുകയാണ്. തുടർച്ചയായി 3 കൊല്ലം നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോരുകയാണ്. എങ്ങനെയാണ് ചോദ്യപേപ്പർ ചോരുന്നത്? ആരാണത് ചോർത്തുന്നത്? ആർക്കാണ് ചോർത്തിക്കൊടുക്കുന്നത്? ആരാണ് അതിന്റെ ഭാഗമായി പ്രവർത്തിച്ചത്? അവരെ അന്വേഷിക്കാൻ, കണ്ടെത്താൻ, നടപടിയെടുക്കാൻ രാജ്യത്തെ ഗവൺമെന്റ് പ്രാപ്തിയില്ലാഞ്ഞിട്ടാണോ? അല്ല, രാജ്യത്തെ ഗവൺമെന്റിന് നിരവധിയായ ഏജൻസികളുണ്ട്. രാജ്യത്തെ അഭിമാനകരമായിട്ടുള്ള അന്വേഷണ ഏജൻസികളുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ടാൽ മണിക്കൂറുകൾക്കകം, ദിവസങ്ങൾക്കകം അതിന്റെ ഭാഗമായി കുറ്റം ചെയ്തവരാരാണ് എന്ന് കണ്ടെത്താനും നടപടി സ്വീകരിക്കാനും രാജ്യത്തെ ഗവൺമെന്റ് അതിന് തയ്യാറായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധം രാജ്യത്തുണ്ടാകുമായിരുന്നില്ല. 1 ഡസനിലേറെ കുട്ടികൾ ആത്മഹത്യ ചെയ്തു. നീറ്റ് പരീക്ഷ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം, അത്രയും ഉയർന്ന മാർക്കുള്ള കുട്ടികളാണ് ആ പരീക്ഷയ്ക്ക് തയ്യാറാകുന്നത്. രാജ്യത്താകെയുള്ള കുട്ടികൾ എഴുതുന്ന പ്രവേശന പരീക്ഷയാണ്, മത്സര പരീക്ഷയാണ്. അത്തരമൊരു പരീക്ഷയെ അത് അർഹിക്കുന്ന ഗൗരവത്തിൽ കാണാൻ രാജ്യത്തെ ഗവൺമെന്റ് തയ്യാറായില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ 3 വർഷങ്ങളായി തുടർച്ചയായി ചോദ്യപേപ്പർ ചോരാൻ, ആ ചോദ്യപേപ്പർ ചോർച്ചയുടെ ഗുണഭോക്താക്കൾക്ക് എല്ലാ സംരക്ഷണവും ചെയ്യുന്നവരായി രാജ്യത്തെ ഗവൺമെന്റ് മാറുകയാണ്. നിരാഹാര സമരം തുടങ്ങി. ആ നിരാഹാര സമരത്തിൽ എന്താണ് രാജ്യത്ത് കോൺഗ്രസ് സ്വീകരിച്ച സമീപനം? രാജ്യത്ത് ചർച്ചയാവുന്നുണ്ട്. ആ നിരാഹാര സമരത്തെ പിന്തുണയ്ക്കാനോ, ഈ നിലയിലുള്ള വിദ്യാഭ്യാസ മേഖലയിൽ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാർ നടത്തുന്ന ഏറ്റവും നെറികെട്ട ഈ നീക്കത്തെ ശക്തമായി അപലപിക്കാനോ രാജ്യത്ത് കോൺഗ്രസ് തയ്യാറായില്ല. നിരാഹാരമനുഷ്ഠിക്കുന്നയാളുടെ ഭാര്യ തന്നെ ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്, ദൃശ്യമാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന് ഇതിലൊരു സമീപനം ഇല്ല എന്നുള്ളതാണ്, ആത്മാർത്ഥതയില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 1 മാസം ഈ സമരത്തെ കണ്ടില്ല എന്ന് നടിക്കുന്ന സമീപനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നത് ഏറ്റവും ലജ്ജാകരമാണ് എന്ന് നിരാഹാരമനുഷ്ഠിക്കുന്നയാളുടെ പത്നിക്ക് പറയേണ്ട സാഹചര്യം ഉണ്ടായി എന്നത് കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. സ്വാഭാവികമായും ഇത് രാജ്യത്ത് പൊരുതുന്ന പുരോഗമന പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ പോരാട്ടമാണ്. എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കാത്തത്? തുടർച്ചയായി 3 വർഷമായി കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയോടും സഹായത്തോടും ഒത്താശയോടുകൂടി നടക്കുന്നതാണ് എന്ന് സംശയിക്കുന്ന നിലയിൽ തുടർച്ചയായി ചോദ്യപേപ്പർ ചോരുമ്പോ ആ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് ഉത്തരവാദിയാണ് എന്ന് കരുതുന്ന ഇന്ത്യയുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കാൻ എന്തിനാണ് സംഘപരിവാർ തയ്യാറാകുന്നത്? അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകണം എന്ന് പറയാൻ രാജ്യത്ത് സംഘപരിവാർ കൂട്ടാക്കുന്നില്ല. രാജ്യത്തെ ജനങ്ങളുടെ പ്രതിഷേധത്തെ അത് ചൈനയുടെ സഹായം കൊണ്ട് പ്രവർത്തിക്കുന്നതാണ് എന്ന് രാജ്യത്തെ പ്രതിഷേധത്തെ ഉൾപ്പെടെ ആ നിലയിൽ രാജ്യവിരുദ്ധമായി മുദ്രകുത്താനാണ് സംഘപരിവാർ ശ്രമിച്ചത്.
ബി രാജേഷ്, എ കെ ശീലാദേവി, വി പ്രജീഷ് കുമാർ, എം മോഹനൻ, സി എൻ ഷാജു ശങ്കർ, ഇ അഫ്സൽ, എം സി വാസുദേവൻ, എ അശോകൻ, ശിവശങ്കരൻ എന്നിവർ സംസാരിച്ചു. ഏറാൻമൂളും കാക്കിപ്പടയുടെ അറിഞ്ഞില്ലേ പ്രതികരിക്കുക നാട്ടാരെ